ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിൽ. നിലവിലെ ഭരണസമിതിയുടെ പങ്കും SIT അന്വേഷിക്കും. കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഉന്നതർ കുടുങ്ങുമെന്ന് ഇതോടെ ഉറപ്പായി. SIT ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ശേഷമുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ സ്വർണ്ണപ്പാളിയിലോ മാത്രം അന്വേഷണം ഒതുക്കരുത്, ശബരിമലയിലെ കവർച്ചകളുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിലടക്കം ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കോ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT അന്വേഷിച്ചു വരികയാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് ഉടൻ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒരു പക്ഷേ നാളെ വൈകുന്നേരത്തിന് മുൻപ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. മാത്രവുമല്ല, നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതും വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ്. ഈ മാസം 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള തെളിവെടുപ്പും ഒരുപക്ഷെ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തിയേക്കും. പ്രത്യേകിച്ച് ഹൈദരാബാദ്, ബാംഗ്ലൂര്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. അതേസമയം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെതിരെ ചില നിരീക്ഷണങ്ങൾ, അവരെ സംശയത്തിലാക്കുന്ന ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിരീക്ഷണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 2019 ഈ കവർച്ച മറയ്ക്കാൻ 2024 ചില ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെയുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ആ നിരീക്ഷണം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ ദേവസ്വം ബോർഡ് കോടതിയെ നാളെ തന്നെ സമീപിക്കാനുള്ള ചില തീരുമാനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അതായത് കോടതിയുടെ പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ആവശ്യമായി ദേവസ്വം ബോർഡ് ഉന്നയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.